റിജക്ട് ചെയ്തതിന്റെ റീസൺസ് വിത്ത് സെർട്ടൈൻ കോഡ്സ് ആയിട്ട് അവരെ നമുക്ക് റിജക്ട് ചെയ്യും. കാരണം നമ്മൾ ഇന്റേൺഷിപ്പ് കഴിയണ കുട്ടികൾക്കും അറിയാം, നമുക്ക് ഒരേ വേക്കൻസി വരുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് തന്നെ ഇട്ട് കൊടുക്കാം, ഷുവർ ആണ്. പക്ഷേ പിന്നെ അതേപോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ മെയിൻ ഇൻഷുറൻസ് ഏതൊക്കെ വരിക, ഈ ഒരു പ്രോസസ്സിൽ RCM പ്രോസസ്സിൽ ഇത്രയും കാര്യങ്ങൾ അങ്ങനെ ഓഡിറ്റ് ചെയ്ത് കോഡിങ് കറക്റ്റ് അല്ല എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മളൊരു ക്ലെയിം ഇൻഷുറൻസിന് സബ്മിറ്റ് ചെയ്യണം. ഹായ് ഗൈസ്, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പൊ കുറെ നാളായില്ലേ ഞാൻ നിങ്ങളെ കണ്ടിട്ട്, അതെ ഇടക്കിടക്ക് വരും, കുറെ നാളായില്ലേ എന്ന് കൊണ്ട് വീഡിയോസ് തരാന്നറിയും, എന്നിട്ട് നിങ്ങളവിടെ പറഞ്ഞ് പറ്റിച്ചിട്ട് പോവില്ലേ. എന്താന്ന് വെച്ചാൽ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് തന്നെയാണ് കുറെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത്. അത്ര പിന്നെ ചില കേസ് എന്ന് വെച്ചാൽ കുറച്ച് മടിയുണ്ടായിരുന്നു, നല്ല മടിയുണ്ടായിരുന്നു നമുക്ക് വീഡിയോ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ ഇനി നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ പാലിക്കുകയാണ്. കാരണം ഒരു 2 month എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മാം എവിടെയാണ് മെഡിക്കൽ കോഡിംഗ് ഇന്റേൺഷിപ്പിന്റെ അടുത്ത ബാച്ച്, എന്താണ് ഒരു ഡീറ്റെയിൽസ് ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഈ വീഡിയോയിൽ ഞാൻ അടിപൊളിയായിട്ട് കുറെ RCM പ്രോസസ്സിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നുള്ളത്. അപ്പോൾ ആ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അതിന് മുന്നായിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് മെസ്സേജ് ഇൻബോക്സിലായാലും കുറേ മെസ്സേജ് വന്നുകൊണ്ടിരിക്കണം, മാം എന്നാണ് അടുത്ത ബാച്ച്. നിങ്ങൾക്കറിയാലോ ഇൻഡസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. ഇൻഡസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാച്ച് സ്റ്റാർട്ടായ ആ ബാച്ചിലത്തെ കുട്ടികൾക്ക് എല്ലാം കിട്ടിയിട്ടേ നമ്മൾ അടുത്ത ബാച്ചിലോട്ട് പോവുള്ളൂ. അതല്ലാതെ നമ്മൾ എല്ലാ മന്തിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ആ കുട്ടികൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്ത ബാച്ച് നമ്മൾ തുടങ്ങില്ല. അപ്പം ഇതൊരു റിയാലിറ്റിയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്റേൺഷിപ്പിന്റെ കുട്ടികൾക്ക് കുറച്ച് ടൈം നോമ്പൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ കുട്ടികളൊന്ന് സെറ്റായി, ആ കുട്ടികളൊന്ന് ഓക്കെ ആയി, ആ കുട്ടികൾക്ക് എല്ലാ RCM പ്രോസസ്സിനെ കുറിച്ചിട്ട് എല്ലാം കിട്ടി നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ നെക്സ്റ്റ് ബാച്ച് തുടങ്ങുന്നത്. അപ്പം നിങ്ങളാരും തിരക്ക് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. പക്ഷേ എപ്പോഴാണ് തിരക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യണമായിട്ട് അടുത്ത് പറയും. വൺസ് ഒരു ബാച്ച് സ്റ്റാർട്ട് ആവും എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും നിങ്ങൾ യൂട്യൂബിൽ ഇടും. പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടും, നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൽ ഇതാക്കും. അപ്പം ഞാൻ എല്ലാ IDസും നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് ആയാലും നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ ആയാലും നമ്മൾ ഫേസ്ബുക്ക് ആയാലും എല്ലാ IDസും ഞാൻ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ ഈ സൈഡിൽ സ്ക്രീനിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്യുക. അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോയുടെ കേസ് എന്ന് വെച്ചാൽ എനിക്ക് റാൻഡമായിട്ട് എപ്പോഴും വീഡിയോസിൽ വരാൻ പറ്റാറില്ല, അതിൻ്റെതായ തിരക്കും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പണ്ടത്തെ പോലെ കുറേ വീഡിയോസ് ഓരോ അനാട്ടമിയുടെ ആയാലും പിന്നെ ICD ആയാലും CPT ആയാലും കുറേ വീഡിയോസ് തരണം എന്നൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ഉഷാറാവാൻ വേണ്ടി കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് ഇനി കാണാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ബാച്ച് ഞാൻ പറയാൻ പോണത് ജൂൺ 1st വീക്കിലാണ് നമ്മളെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആവശ്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. കാരണം ഇന്റേൺഷിപ്പിന് എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ വരും. അപ്പോൾ ഒരു ബാച്ചിൽ നമുക്ക് ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് കുട്ടികളെ മാത്രമാണ് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ ഒരുപാട് എൻക്വയറീസ് ഉണ്ട്, പകുതി പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടല്ല. അപ്പോൾ ഓക്കെ, ഞാൻ ഫ്രീ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും റിപ്ലൈ തരാം, ഡോണ്ട് വറി. അപ്പോൾ നിങ്ങൾക്ക് UAE ഉള്ള കുട്ടികളാന്ന് വെച്ചാൽ നിങ്ങൾക്ക് UAE നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നാട്ടിലുള്ള കുട്ടികളാന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ നമ്പർ റോമിംഗ് ആണ്, അതിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാ നമ്പേഴ്സും ഞാൻ സൈഡിൽ കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ജൂൺ 1st വീക്കാണ് നമ്മൾ നെക്സ്റ്റ് ബാച്ച് ഇന്റേൺഷിപ്പിന്റെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം എന്താണ് ഇന്റേൺഷിപ്പ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും നമ്മൾ ഡിസ്ക്രിപ്ഷനിലോ സൈഡിലൊക്കെ ആയിട്ട് മുകളിലൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതും നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, ഇനി പറയാനുള്ള എന്താണ് RCM പ്രോസസ്സ് അല്ലേ. RCM പ്രോസസ്സിനെ കുറിച്ച് ചെറുതായിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം മെഡിക്കൽ കോഡിങ് എന്ന് പറഞ്ഞ മേഖലയിൽ അറിയാം UAE ഇപ്പോൾ ഒരുപാട് മെഡിക്കൽ കോഡേഴ്സ് ഉണ്ട്. സാച്ചുറേറ്റഡ് ഇല്ലയെന്ന് ഞാൻ പറയില്ല. ബട്ട് ഒരു മെഡിക്കൽ കോഡിങ് ഫ്രഷർ ആയിട്ട് നിങ്ങൾക്ക് ജോബ് നോക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഈ ഇന്റേൺഷിപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ആവും. ഓഫ് കോഴ്സ് നമ്മൾ റിയൽ ആയിട്ട് പറയും നമ്മൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണില്ല. കാരണം നമ്മൾ ചെയ്യാത്ത കാര്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇന്റേൺഷിപ്പ് കഴിയണ കുട്ടികൾക്കും അറിയാം, നമുക്ക് ഒരേ വേക്കൻസി വരുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് തന്നെ ഇട്ട് കൊടുക്കുക, ഷുവർ ആണ്. പക്ഷേ അത് നമ്മൾ 100% അഷ്യൂരിറ്റി പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ഇന്റേൺഷിപ്പിന് ഒരു കുട്ടികളും അഡ്മിഷൻ എടുക്കില്ല. നിങ്ങൾക്ക് റിയാലിറ്റിയിലും അറിയാമല്ലേ, ഇൻഡസിന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളോട് സത്യം മാത്രം പറഞ്ഞിട്ടാണ്, കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് മാത്രമാണ് ജോയിൻ ചെയ്യിപ്പിക്കുള്ളൂ. അപ്പോൾ ഈ ഇന്റേൺഷിപ്പിൽ നമ്മൾ മെയിനായിട്ട് RCM പ്രോസസ്സ്
ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ട്രെയിനർ ആയാലും പകുതി ഞാനും ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് ഓരോ പോയിന്റും നമ്മൾ ട്രെയിനർ 8 to 9 ഇയർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ്, അവർ ഡീപ്പായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു RCM പ്രോസസ്സ്, ഞാനും മുൻപ് കുറേ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ, കാരണം നമുക്ക് എക്സ്പീരിയൻസ് ആവുന്നതിന് മുന്നേ നമ്മൾ കുറേ വെച്ചാൽ എൻ്റെ പാസ്റ്റിൽ പക്ഷെ ഇത് നമ്മളതായോണ്ട് പറയണല്ല, പക്ഷെ ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഡീപ്പായിട്ട് എടുത്തു പോകണ്ട. അതായത് ഈവൻ ഒരു പേഷ്യന്റ് വന്ന് ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് മുതൽ ടിൽ റീകൺസിലേഷൻ വരെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള ഡീപ്പായിട്ട് പറഞ്ഞു പോകണ്ട. ഒരു പേഷ്യന്റ് വന്ന് ഫ്രണ്ട് ഡെസ്കിൽ വന്ന് രജിസ്റ്റർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് ഓൾറെഡി റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ് പേഷ്യൻസിന്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യണം അല്ലേ. പേഷ്യൻസിന്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇഫ് ദ പേഷ്യന്റ് ഈസ് എലിജിബിൾ അണ്ടർ ദിസ് ഇൻഷുറൻസ്, സോ ദേ വിൽ ബി രജിസ്റ്ററിങ്. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓൾറെഡി പേഷ്യന്റ് ഡോക്ടറെ അടുത്ത് പോയി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അതിന്റെ നമുക്ക് ക്ലെയിം ഫോമും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നെ അപ്രൂവൽസ് ഉണ്ട് അല്ലേ. നമ്മൾ ഒരു പേഷ്യന്റ് ഒരു പ്രൊസീജിയറിനോ കാര്യങ്ങളൊക്കെ പോണതിന് മുന്നേ എന്താണ് ആ പേഷ്യന്റിന് ഇപ്പൊ സ്പെഷ്യലിസ്റ്റ് ചില ഇൻഷുറൻസിന് ചില ലിമിറ്റിൽ അപ്രൂവൽ വേണ്ട, ചില കേസിന് അപ്രൂവൽ വേണ്ട. പക്ഷേ സ്പെഷ്യലിസ്റ്റ് കേസസ് ഇപ്പോൾ ഡെന്റൽ ആയാലും ഫിസിയോതെറാപ്പി ആയാലും അതിനൊക്കെ കേസ് വരുമ്പോൾ നമ്മൾ അപ്രൂവൽ എടുക്കണം. ആ അപ്രൂവലിന് സെൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആ അപ്രൂവലിൽ നമ്മൾ അയക്കുമ്പോൾ എങ്ങനെയാണ് ഈ ക്ലെയിം ത്രൂ നമ്മൾ എങ്ങനെയാണ് ഒരു അപ്രൂവലിന് അയക്കുക, ആ അപ്രൂവലിന് അയക്കുമ്പോൾ എന്തൊക്കെ അറ്റാച്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ക്ലെയിം ഫോം ആയാലും ഇപ്പോൾ ഡെന്റൽ ആണെന്ന് വെച്ചാൽ ടൂത്ത് നമ്പേഴ്സ് ആയാലും പിന്നെ അതുപോലെ തന്നെ വേറെന്താണ് ഇപ്പോൾ ഫിസിയോതെറാപ്പി എന്ന് വെച്ചാൽ അതിൻ്റെ സെഷൻസും എങ്ങനെയാണ് കാര്യങ്ങളും പിന്നെ അതേപോലെ ക്ലെയിം ഫോം അറ്റാച്ച് ചെയ്യുന്ന രീതിയായാലും ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഡീപ്പായിട്ട് എങ്ങനെയാണ് ഒരു ഈ ക്ലെയിമിൽ അപ്രൂവൽ എടുക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ വൺസ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പേഷ്യൻ്റ് ചില ഇതിന് കൺസൾട്ടേഷനും വേണം, അപ്രൂവൽ പ്രൊസീജിയേഴ്സിനും വേണം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റിയും അതിനനുസരിച്ചിട്ടാണ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഓരോ ഇൻഷുറൻസ്. പിന്നെ അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ മെയിൻ ഇൻഷുറൻസ് ഏതൊക്കെ വരിക, നെക്സ്റ്റ് കെയർ, ഒമാന്, നാസ്, ന്യൂറോൺ ഒക്കെ ഉണ്ട് അല്ലേ. ഇവരെ തന്നെ സബ് ഇൻഷുറൻസ് ആയിട്ട് എന്തൊക്കെ വരും, ഓറിയന്റ്, അതേപോലെ ഇനായ, പിന്നെ തക്കാഫുല്, അങ്ങനെ ഒരുപാട് ഖത്തർ ഇൻഷുറൻസ് കമ്പനി ഒരുപാട് പേയേഴ്സ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു പേയറിനായാലും ഇൻഷുറൻസിനായിട്ടും സെലക്ട് ചെയ്യണം, ക്ലെയിം സബ്മിറ്റ് ചെയ്യുമ്പോഴായാലും അപ്രൂവൽസ് സെൻഡ് ചെയ്യുമ്പോഴായാലും എങ്ങനെയാണ് ആ ക്ലെയിം സബ്മിറ്റ് ചെയ്യണത്, അപ്രൂവൽസിന് നമ്മൾ അപ്രൂവൽ അയക്കണത്, അത് കഴിഞ്ഞിട്ട് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പേഷ്യന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് നമുക്ക് എന്താ പേയ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിന് നമ്മൾ എന്താണ് ഈ ക്ലെയിം സബ്മിറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു ക്ലെയിം സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കുറേ കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞു തരാം. ഒരു ഇൻഷുറൻസിന് നമ്മൾ ക്ലെയിം സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചെറുതായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഇൻഷുറൻസിന് ഒരു ക്ലെയിം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ് പേഷ്യൻ്റ് ബേസിക് ഡീറ്റെയിൽസ് ആയാലും ഡെമോഗ്രാഫിക് ആയാലും എല്ലാ കാര്യങ്ങളും, ഏത് ഇൻഷുറൻസിനാണ്, ഡയഗ്നോസിസ് ഏതാണ്, പിന്നെ കറക്റ്റ് ഡയഗ്നോസിസ് അല്ലേ, ചില ഇൻഷുറൻസിൽ ചില ഡയഗ്നോസിസ് നോൺ കവേർഡ് ആണ്, കറക്റ്റ് ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ, പിന്നെ അതേപോലെ അനാവശ്യമായിട്ടുള്ള ഡയഗ്നോസിസ്, അനാവശ്യമായിട്ടുള്ള സർവീസ് ബില്ല് ചെയ്തിട്ടുണ്ടോ, പേഷ്യന്റ് ചെയ്ത സർവീസ് തന്നെയല്ലേ ബില്ല് ചെയ്തുള്ളത്, ബില്ലിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. അപ്പോൾ അവിടെയാണ് നമ്മളൊരു ഓഡിറ്ററിന്റെ ഒരു ജോബ് വരുന്നത്. ഓഡിറ്റർ എങ്ങനെ ഓഡിറ്റ് ചെയ്യും അല്ലേ, ഒരു ക്ലെയിം സബ്മിറ്റ് ചെയ്യണതിന് മുന്നേ ഓഡിറ്റ് ചെയ്യും, അതേപോലെ പ്രോസ്പെക്റ്റീവ് ഓഡിറ്റും ഉണ്ട്, റെട്രോസ്പെക്റ്റീവ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ RCM പ്രോസസ്സിൽ ഇത്രയും കാര്യങ്ങൾ അങ്ങനെ ഓഡിറ്റ് ചെയ്ത് കോഡിങ് കറക്റ്റ് അല്ല എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മളൊരു ക്ലെയിം ഇൻഷുറൻസിന് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് എന്താണ് അവരെ ഭാഗത്തുനിന്ന് വെരിഫൈ ചെയ്യും എങ്ങനെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത് കറക്റ്റ് ആണോ, നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടുണ്ടോ എന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്നും ഇതാക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്ന കറക്റ്റ് ഇൻഷുറൻസ് ഗൈഡ് ലൈൻസ്, വി ഹാവ് ടു ഫോളോ എവറി സിംഗിൾ ഗൈഡ് ലൈൻസ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ട്രബിളിൽ ആവാതിരിക്കും. അപ്പോൾ ഒരു ക്ലിനിക് ആയാലും ഒരു എൻറ്റിറ്റി ആയാലും എപ്പോഴും നമ്മൾ ഇൻഷുറൻസിൻ്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഫോളോ ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ കറക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു റീസബ്മിഷൻ എന്നുള്ള ഒരു പ്രോസസ്സിലോട്ട് പോകില്ല. ഇപ്പം എന്തെങ്കിലും ഒരു
കാര്യങ്ങളിൽ ഒരു പ്രശ്നം വന്നാൽ ആ ക്ലെയിം നമുക്ക് തിരിച്ച് റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്തതിൻ്റെ റീസൺസ് വിത്ത് സെർട്ടൈൻ കോഡ്സ് ആയിട്ട് അവരെ നമുക്ക് റിജക്ട് ചെയ്യും. ആ റിജക്ട് ചെയ്ത കോഡ്സിന് വീണ്ടും നമ്മൾ വെരിഫൈ ചെയ്തിട്ട് നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് കറക്ഷനിലോട്ടോ അല്ലെങ്കിൽ ഇന്റേണൽ കംപ്ലയിൻറ്റിലോട്ടോ ഇട്ടിട്ട് നമ്മൾ റീസബ്മിറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ടാണ് റീകൺസിലേഷൻ പാർട്ടിക്ക് പോകണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ ഒരു RCM പ്രോസസ്സിനെ കുറിച്ചിട്ട് ഏകദേശം എല്ലാം പറഞ്ഞു. പക്ഷേ എന്താണ് ഈ ഓരോ പ്രോസസ്സിനും എങ്ങനെയാണെന്നുള്ളത് ഒരു കംപ്ലീറ്റ് ക്ലാസ് വെച്ചിട്ട് തന്നെ നമ്മൾ കറക്റ്റ് പഠിപ്പിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. കൂടുതൽ തിയററ്റിക്കലാണ്, കുറച്ച് പ്രാക്ടിക്കൽ സെഷൻസും തരും. അപ്പോൾ നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആവണ രീതിക്കുള്ള ഒരു ഇന്റേൺഷിപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനും ഒരു കാര്യങ്ങളിൽ ബെനിഫിറ്റ് വരാനും ഉള്ള രീതിക്കുള്ള ഒരു ഇന്റേൺഷിപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്റേൺഷിപ്പിന് താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ദിസ് ഈസ് ഓൾമോസ്റ്റ് 1.5 month 2 month ഒക്കെ വരും. പക്ഷേ ഇനിയിപ്പോൾ ചില കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ട്, അവർക്കൊരു പ്രിപ്പറേഷൻ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗൈഡൻസ് വേണം. അങ്ങനെയുള്ള ഷോർട്ട് ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലോങ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം നിങ്ങൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ June 1st വീക്കാണ് നമ്മളെ മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഇന്റേൺഷിപ്പിൻ്റെ ബാച്ച് വരുന്നത്. അതുപോലെ മെയിൽ നമുക്ക് എല്ലാ മന്തിലും എന്ത് വരുന്നുണ്ട്, നമുക്ക് മെഡിക്കൽ കോഡിങ്ങിൻ്റെ എന്ത് വരുന്നുണ്ട്, ക്ലാസ്സസ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ CPMയുടെ ബാച്ച്, അത് ഡയറക്റ്റ് ഞാൻ തന്നെയാണ് CPMയുടെ ക്ലാസ്സസ് എടുക്കുന്നത്. പിന്നെ എക്സാം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് സ്റ്റുഡൻസ് നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട്, അവർക്ക് എക്സാം പ്രിപ്പറേഷനും നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് പാക്കേജാണ്. നിങ്ങൾക്ക് ഇൻഡസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ് എഡ്യൂക്കേഷൻ, ഇൻഡസ് മെഡും, അപ്പോൾ എല്ലാ കാര്യങ്ങളായിട്ട് നമ്മൾ പാസ്റ്റ് 5 years ആയിട്ട് ഈ ഒരു മേഖലയിൽ വളരെ സക്സസ് ആയിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യും. പിന്നെ മറക്കണ്ട, വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഇൻഡസ് അറിയാലോ, ക്രാഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രാഷ് ഓൾറെഡി സക്സസ്ഫുള്ളി റണ്ണായി. ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ടായിരുന്നു. അവിടെ അടിപൊളിയായിട്ട് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ ഇൻഡസിന്റെ നെക്സ്റ്റ് റിപ്പീറ്റർ ബാച്ച് വരുന്നുണ്ട് May 19. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കിട്ടും. പക്ഷെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഇൻഡസിന്റെ പേജ് ഫോളോ ചെയ്യുന്ന വെച്ചാൽ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേറെ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാം ഓവറോൾ ആണ് നിങ്ങൾക്ക് ഇൻഡസ്. അപ്പോൾ ഫോർ ദ എഡ്യൂക്കേഷൻ ഗൈഡൻസ്, +2 കഴിഞ്ഞ കുട്ടികൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് എവിടെ എത്തിപ്പെടണം എന്നുള്ള ഒരു കോഴ്സിന്റെ ഡൗട്ട് ഉണ്ട്. കരിയർ കൗൺസിലിംഗ് ആയാലും ഒരുപാട് സെഷൻസ്, അത് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, അത് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഓഫ് കോഴ്സ്. പക്ഷേ നമ്മൾ ഇൻഡസ് ചെയ്യുന്ന സർവീസസിന്റെ എല്ലാ കാര്യങ്ങളും കൂടിയാണ് പറയുന്നത്. അപ്പൊ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. എനിവേ, ഞാൻ എന്തായാലും ഇനി ഒരു വീഡിയോ ICDO CPT അനാട്ടമി ഇടാട്ടോ. കുറച്ച് തിരക്കായ കാരണമാണ്, കുറച്ച് മടിയായ കാരണമാണ്. ഓക്കെ, മടി നല്ലതല്ല എന്നറിയാം. ഓക്കെ, എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്. കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ RCM പ്രോസസ്സിൽ തന്നെ ഡീപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് ചെയ്യാനും ഞാൻ റെഡിയാണ്. കമന്റ് ചെയ്യുക. കമന്റ് കണ്ടാൽ തന്നെയാണ് എനിക്കും ഒരു സക്സസ്ഫുൾ ആയിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റോട് കൂടി ചെയ്യേണ്ട, എന്നെ മടി മാറ്റി എടുക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.